കിലോന് നമുക്കൊരു ഉദാഹരണം എടുത്താൽ ഇതിനകത്ത് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉള്ളിലെ ടെമ്പറേച്ചർ. ഇപ്പോഴത്തെ മോയ്സ്ചർ കണ്ടൻറ്റ് കൊടുത്തിരിക്കുന്നത് 20 ഡിഗ്രിയാണ്. അപ്പോൾ അതായത് 38 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മുടെ മരത്തിൻ്റെ ഈർപ്പത്തിൻ്റെ അളവ് 21. ഇത് താന്ന് നമുക്കൊരു 12 അല്ലെങ്കിൽ അതിൽ താഴെ 10 താഴെ എന്നുള്ള രീതിക്ക് നമ്മളെടുക്കും. അപ്പോൾ ഇവിടെ 10 എന്ന് കാണിക്കുമ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ട് നമ്മുടെ മെഷീൻ വെച്ചിട്ട് ചെക്ക് ചെയ്യും. ഇതിനകത്തുള്ള മോയ്സ്ചറിൻ്റെ സാധാരണ ഇതൊന്നും ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാത്തതാണെങ്കിൽ എത്രയായിരിക്കും? 50 മുകളിലായിരിക്കും സാധാരണ തടികളിൽ ഉണ്ടാവുക കേട്ടോ. അതാണ് ഈ വേനലാവുമ്പോഴത്തേക്കും 12, 10 ആ ഒരു റേഞ്ചിലാണ് ആയേക്കുന്നത്. അടിപൊളി, ഒപ്റ്റിമം. ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാത്ത തടിയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള തടിയാകുമ്പോഴാണ് വേനലാവുമ്പോഴത്തേക്കും എന്താ പറയുക ചുരുങ്ങിയും അല്ലേ ഗ്യാപ്പുകൾ വരും, വളരെ മിനിമലായിരിക്കും. അത് കാരണം ഇത് ഓൾറെഡി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ സ്ക്രൂ വെച്ചിട്ട് ഈ പിന്നെ നമ്മുടെ മരത്തിലേക്ക് അടിച്ച് കയറ്റിയിട്ടാണ് നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് ചെക്ക് ചെയ്യുന്നത്. സാധാരണ ഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ചെക്ക് ചെയ്യുന്ന സർഫസിലുള്ള മോയ്സ്ചർ കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെ മാത്രം തൊട്ട് നോക്കിയിട്ട് മോയ്സ്ചർ കണ്ടന്റ് ഇത്രയാണെന്ന് പറയും. ഇത് ഉള്ളിലെ ഇൻസൈഡ് മോയ്സ്ചർ കണ്ടന്റ് കൂടാണ് നമ്മൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ഒപ്റ്റിമം ആക്കിയെടുക്കും. മെഷീനും കാര്യങ്ങളും വരും. അതെ, നമ്മുടെ ഡോക്ടറാ. ഇത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ക്യൂസി ആണ്. അതായത് മരത്തിൽ എപ്പോഴും ഒരു വെള്ള ഉണ്ടാവും, വയറുണ്ടാവും. അതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാനും പറ്റും. അങ്ങനെ വരുന്ന വെള്ള വയറെല്ലാം കട്ട് ചെയ്ത് ആ വെള്ളയും വയറും ഒക്കെ നമ്മൾ വിറകിലോട്ട് മാറ്റും. ഇതാണ് വിറക്. ആ വെള്ള വയറുള്ള വേസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള ക്ലിയർ പീസ് ഒറ്റ നോട്ടത്തിലുള്ളത് മാത്രം നമ്മൾ